ഡോക്ടർ ജയരാജ്, CPM-നെ സംബന്ധിച്ച് വലിയ ഉൾക്കിടിലമുണ്ടാക്കുന്ന വോട്ട് ചോർച്ച, ആ വോട്ട് ചോർച്ച UDF-ലേക്കാണ് കോൺഗ്രസിലേക്കാണ് എന്നതിൽ വലിയ പ്രശ്നമുണ്ടാകാൻ ഇടയില്ലായിരുന്നു. പക്ഷേ ഈ BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ BJP-യിലേക്കാണ് ഈ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഈ വലിയ ഒഴുക്കുണ്ടായത് എന്ന വലിയ ആശങ്ക പ്രവർത്തന റിപ്പോർട്ടിൽ പങ്കുവയ്ക്കുകയാണ്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നിരീക്ഷിക്കുന്നത്? CPIM എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേഡർ പാർട്ടിയാണ്. ആ കേഡർ പാർട്ടിക്ക് സമ്മേളനങ്ങൾ നടത്താറുണ്ട്, സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യാറുണ്ട്. പ്രവർത്തന റിപ്പോർട്ടിന്മേലാണ് സാധാരണ ചർച്ചകൾ ഉണ്ടാകുന്നത്. അതിന് ചർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് എന്ന് പറയുന്നത് വിമർശനവും സ്വയം വിമർശനവുമാണ്. വിമർശനാത്മകമായി സമീപിക്കേണ്ടതിന് വിമർശനാത്മകമായി സമീപിക്കുകയും സ്വന്തമായിട്ട് എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും ചെയ്യുന്നുള്ളത് സാധാരണ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും എല്ലാ ബ്രാഞ്ച് ഘടകങ്ങൾ തൊട്ട് ലോക്കൽ ഘടകങ്ങൾ തൊട്ട് ഏരിയ ഘടകങ്ങൾ തൊട്ട് എല്ലാ ഘടകങ്ങളിലും അത്തരം ഒരു പരിശോധന ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല. അതിനകത്ത് ഇങ്ങനെ വോട്ട് ചോർച്ച എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് BJP-ക്ക് കിട്ടിയ വോട്ട് പാറ്റേൺ എല്ലാ ജില്ലകളിലും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വോട്ട്. അത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ ഒക്കെ വരുമ്പോഴത്തേക്കും അത് വ്യത്യസ്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പണ്ട് തൊട്ടേ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു പാറ്റേൺ വേറെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേറൊരു പാറ്റേണിലാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടെ ലോക്കൽ കാര്യങ്ങളൊക്കെ കയറി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇത്തരത്തിലുള്ള വോട്ട് ചോർച്ച എന്ന് പറയുന്നത് സാധാരണഗതിയിൽ CPM കേഡറുകളിൽ നിന്ന് ചോർന്ന വോട്ടുകളല്ല, CPM ലഭിച്ചുകൊണ്ടിരുന്ന ചില വോട്ടുകൾ, അതായത് ഈ സ്വിങ് ചെയ്യുന്ന വോട്ടുകളിലാണ് ഈ വോട്ട് ചോർച്ച എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് അങ്കലാപ്പിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ വർഗീയ ധ്രുവീകരണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഉദാഹരണത്തിന് SDPI, പിന്നെ അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, യൂത്ത് കോൺഗ്രസ്, ഇതെല്ലാം കൂടെ ഒരു സൈഡിൽ കയറുമ്പോഴത്തേക്കും പണ്ട് EMS പറഞ്ഞതുപോലെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുള്ള ഘടകം തന്നെയാണ് അവിടെ വർക്കൗട്ടായത്. പ്രത്യേകിച്ച് കാഫിർ ഷോട്ട് വിവാദം, മറ്റ് വിഷയങ്ങൾ, വർഗീയമായിട്ടുള്ള ധ്രുവീകരണം, ഷാഫി പറമ്പിൽ പോലുള്ള നേതാക്കന്മാരുടെ ഇടപെടലുകൾ, അത്തരത്തിലുള്ള നിരോധിക്കപ്പെട്ട പല സംഘടനകളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള UDF-നുള്ള സഹായം, ഇതൊക്കെ ജനങ്ങളെ രണ്ട് തട്ടിൽ ആക്കാനുള്ള ഒരു ശ്രമം നടത്തി. അത് ഒരു സെക്യുലർ ഫാബ്രിക്കിന് തകർച്ച ഉണ്ടാക്കി. അല്ലെങ്കിൽ ഈരകി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇടകറി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നമ്മൾ നിഷ്പക്ഷ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വിങ്ങിങ് വോട്ട്സിനകത്ത് ഇതുപോലെ, അതായത് CPM കേഡറിൻ്റെ ഒന്നും വോട്ട് എങ്ങും ചോർന്നു പോയിട്ടില്ല. CPM കേഡർമാരെ ഒരിക്കലും അങ്ങനെ മാറി ചിന്തിക്കുന്നവരുമല്ല. പക്ഷേ അനുഭാവി ഗ്രൂപ്പുകളുടെ ഇടയിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഉണ്ടായതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ മാധ്യമ പ്രചരണം, 5-6 മാധ്യമങ്ങൾ ഒരേ സമയം എന്ത് കാര്യം CPM-കാർ ചെയ്താലും അല്ലെങ്കിൽ ഭരണപക്ഷം ചെയ്താലും അല്ലെങ്കിൽ എന്ത് നടന്നാലും അതെല്ലാം ഒരാളുടെ പേരിൽ ആരോപിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചണ്ഡമായ പ്രചരണം അഴിച്ചു വിട്ടുകൊണ്ട് ഗീബൽസിനേക്കാളും ഭയങ്കരമായ രീതിയിൽ ഇപ്പോൾ ഒരു ചർച്ചയിൽ തന്നെ പങ്കെടുക്കുകയാണെങ്കിൽ അതിൽ 3 പേർ ചേർന്നിട്ട് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികനെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രതിനിധിയെ കടിച്ചു കീറുന്ന രീതിയിലേക്കുള്ള ഒരു മാധ്യമ വേട്ട കുറേ നാളുകളായിട്ട് പത്രങ്ങളായിക്കോട്ടെ, ചാനലുകളായിക്കോട്ടെ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളായിക്കോട്ടെ, ഇതെല്ലാം നിരന്തരമായി. ഞാനൊന്ന് ഇടപെടുന്നത് കൊണ്ട് അങ്ങ് ക്ഷമിക്കണം. ഇതിപ്പോൾ മാധ്യമവേട്ടയല്ല, CPM-ന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ BJP വലിയ വളർച്ച നേടുകയാണ്, ഇതിനെതിരെ കടുത്ത ജാഗ്രത പാലിക്കണമെന്ന് പ്രവർത്തന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അത് വെറുതെ പറയുന്നതല്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. താങ്കൾക്കറിയാമല്ലോ, പിണറായിയിൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം സ്ഥലത്ത് അവിടെ BJP-ക്ക് അവിടെ ഒരു പതാകകളോ കമ്മിറ്റിയോ അങ്ങനെ ഒരു സംവിധാനവുമില്ല എന്ന് താങ്കൾക്കറിയാമല്ലോ. അവിടെ പിണറായി വിജയൻ്റെ സ്വന്തം ബൂത്തിൽ BJP നേടിയ വോട്ടുകൾ എത്രയാണ് എന്നുള്ളത് അങ്ങേക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. മാത്രവുമല്ല, ആന്തൂരിലെ വിപ്ലവ മണ്ണാണ് മൊറാഴ, അതുപോലെ കല്യാശ്ശേരി, ഇങ്ങനെ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന പാർട്ടിയുടെ ഉരുക്കു കോട്ടകളിൽ കടന്നു കയറുകയാണ് BJP. അവിടെ CPM-ന് വലിയ സ്വാധീനമുണ്ട്. അവിടെ UDF-ന്റെ വോട്ടുകളല്ല, CPM-ന്റെ ഉരുക്കു കോട്ടകളിൽ നിന്നാണ് BJP-യിലേക്ക് ഇത്ര വലിയ വോട്ട് ചോർച്ച ഉണ്ടാകുന്നത്. അത് സ്വാഭാവികമായും നേതൃത്വത്തെ വിറളി പിടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. ഞാൻ വേണമെങ്കിൽ ആ കണക്കുകൾ കൂടി അങ്ങയുടെ മുന്നിലേക്ക് വെക്കാം. ഇതിനകത്ത് കണക്കുകൾ പരിശോധിക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന വോട്ടിംഗ് പാറ്റേൺ ആണ്.
അത് വളരെ അതല്ലാതെ ഈ ഉരുക്ക് കോട്ടകളിൽ വിള്ളൽ വീണു അവിടെയെല്ലാം BJP അടിച്ചു കയറി വരുന്നു എന്തെങ്കിലും ഒരു ഭാഷ ക്ഷമിക്കേണ്ട ഡോക്ടർ ബി ജയരാജ് കണ്ണൂർ എന്ന് പറയുന്നത് CPM-ന്റെ പവർ ഹൗസ് ആണ്. പോളിറ്റ് ബ്യൂറോ അംഗമാണ് മുഖ്യമന്ത്രി. ഒരു പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായിട്ടുള്ള ഏക സംസ്ഥാനം. അവിടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെ ഭൂരിഭാഗം അംഗങ്ങളും കണ്ണൂരിൽ നിന്നുള്ളവരാണ്. തലയെടുപ്പുള്ള എല്ലാ നേതാക്കളും കണ്ണൂരിൽ നിന്നാണ്. പ്രമുഖ നേതാക്കൾ ഉൾപ്പെടുന്ന ജില്ല. അവിടെയാണ് ഇത്തരത്തിൽ വോട്ട് ചോർച്ചയുണ്ടായി എന്ന് ഞാൻ പറയുന്നത്. കണക്കുകൾ കൃത്യമായി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഡോക്ടർ ബി ജയരാജ് സംസാരിക്കുന്നത്. അങ്ങ് പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും പാർട്ടിയുടെ സംവിധാനത്തിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നവരാണ് കണ്ണൂരിലെ സഖാക്കൾ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതിനെക്കുറിച്ച് വിജയമാഷ് നേരത്തെ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം തന്നെ ഒന്ന് വീണ്ടും തിരിച്ചു പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കണ്ണൂർ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ അതിക്രമങ്ങൾ, കണ്ണൂരിലാണല്ലോ ഏറ്റവും കൂടുതൽ CPM കേഡർമാർ കൊല്ലപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? അതായത് പാർട്ടിയുടെ കോട്ടയിൽ കയറി അടിക്കുക, അതായത് പാർട്ടിക്ക് ഏറ്റവും ശക്തിയുള്ള സ്ഥലങ്ങളിൽ കയറി ആക്രമിക്കുക എന്നുള്ളത് കുറേ നാളുകളായിട്ട് BJP തുടർന്ന് വരുന്നത്. അത് അക്രമ രാഷ്ട്രീയത്തിലൂടെ ആണെങ്കിലും മറ്റ് പ്രചണ്ഡ പ്രചരണങ്ങളിലൂടെ ആണെങ്കിലും ഇപ്പൊ എന്തായാലും അക്രമ രാഷ്ട്രീയമില്ല. അത്തരത്തിലുള്ള ഒരു അങ്ങനെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള UDF-ഉം BJP-യും കൂടെ ചേർന്ന് കൊണ്ടിട്ടുള്ള ഒരു അറ്റാക്കിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള, അല്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊന്നും വോട്ടൊന്നും പോയിട്ടില്ല. ആകപ്പാടെ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രം കിട്ടിയ, ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് മാത്രം കിട്ടിയ ഒരു സ്ഥലത്ത്, ഒരു സംസ്ഥാനത്ത് ബാക്കി 18 സീറ്റുകളും UDF നേടുന്ന, അല്ലെങ്കിൽ ഒരു സീറ്റ് പിന്നെ BJP നേടുന്ന ഒരു അവസരത്തിലേക്ക് ഉള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. കണ്ണൂർ ജില്ലയിൽ ഡോക്ടർ ജയരാജ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ തന്നെ വളരെ കൃത്യമായി ഈ വോട്ട് വ്യത്യാസം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2019 പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ ആന്തൂരിലെ വിപ്ലവ മണ്ണാണല്ലോ മൊറാഴ എന്ന് പറയുന്നത്. അവിടെ 2019 BJP അവിടുത്തെ 2 ബൂത്തുകളിൽ ആകെ പിടിച്ചത് 79 വോട്ട്. അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ 273, അതായത് 3 ഇരട്ടിയിലധികം വോട്ട്. മൊറാഴ പോലെ ഒരു പ്രദേശത്ത് അവിടെ പാർട്ടിക്ക് അപ്പുറത്തോട്ട് ഒരു സംവിധാനവുമില്ല. അവിടെയാണ് BJP ഇത്തരത്തിൽ 300-ലധികം വോട്ടുകൾ 3 ഇരട്ടിയിലധികം വോട്ടുകൾ സമാഹരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. പിണറായി വിജയന്റെ ബൂത്ത് എടുത്ത് നോക്കൂ. 2019 1376 വോട്ട് മാത്രം ഉണ്ടായിരുന്ന BJP 2715 വോട്ടിലേക്ക് എത്തുകയാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കരിവെള്ളൂർ, കല്യാശ്ശേരി പോലുള്ള പാർട്ടി ചെങ്കോട്ടകളിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. കരിവെള്ളൂർ പാർട്ടിയുടെ അഭിമാന സ്തംഭമാണല്ലോ. അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ 172 വോട്ട് പിടിച്ചതിൽ അമ്പരപ്പ് ഉയരുകയാണ്. ഇതാണ് ആശങ്കയായി പറയുന്നത്. അപ്പോൾ കൃത്യമായി CPM-ന്റെ അടിത്തറ തകരുന്നു എന്ന വിമർശനം, BJP-യുടെ വിമർശനം ശരിവെക്കപ്പെടുകയല്ലേ? അല്ലെങ്കിൽ കണ്ണൂരിൽ ഇങ്ങനെ നമ്മൾ 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നാലും അതൊന്നും ഒരു ആശങ്കയല്ല. പാർട്ടി സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അതൊക്കെ റെക്ടിഫൈ ചെയ്യാവുന്ന കേസുകളേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ നിരീക്ഷകനാണ്. ഇതൊക്കെ റെക്ടിഫൈ ചെയ്യപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് ലഘൂകരിക്കുകയാണ് ഈ പാർട്ടി ഇത്ര വലിയ പതനത്തിലേക്ക് എത്തുമ്പോൾ ഡോക്ടർ ബി ജയരാജനെ പോലുള്ള ഇടത് നിരീക്ഷകർ. ശ്രീ MK ഹരിദാസ്, അങ്ങനെ വളരെ പെട്ടെന്ന് അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു വോട്ട് ചോർച്ച വിള്ളലാണ് CPM-ന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ബി ജയരാജ ആയാലും അസ്കർ ആയാലും ഇത്തരം ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അത് അവരുടെ പാർട്ട് ഓഫ് ഡ്യൂട്ടിയാണ് അവർ നിർവഹിക്കുന്നത്. അവർ പറയുന്നതിലെ അവർക്ക് അതിലത്തെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അതിലത്തെ യഥാർത്ഥ കാരണങ്ങൾ അവതാരികയായ നിങ്ങൾ പറയുന്നതാണെന്നൊന്നും ബോധമില്ലാതെയല്ല. നാളെ ഇപ്പൊ നമ്മുടെ ബി ജയരാജ് ഇപ്പൊ ഇവിടെ ഇങ്ങനെയല്ലാതെ ഇത് അങ്ങേയറ്റം പരിശോധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണ്? പിന്നീട് അദ്ദേഹത്തിന്റെ പേരിന്റെ അടിയിൽ നമുക്ക് ഇടതുപക്ഷ പ്രതിനിധി എന്ന് എഴുതി കാണിക്കാൻ പാർട്ടി സമ്മതിക്കുമോ? ഇല്ല. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തെങ്കിലും പാർട്ടിക്കുള്ളിലെ ജീർണതയെ കുറിച്ച് 2024 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വന്നപ്പോൾ MA ബേബി പറഞ്ഞത് പാർട്ടി പൂതലിച്ച അവസ്ഥയിലായി എന്നാണ്. അത് ഒരു കോൺഗ്രസ്സുകാരനും അല്ല ഒരു BJP നേതാവും അല്ല ശ്രീ ജയരാജ് പറഞ്ഞത്. പൂതലിച്ച അവസ്ഥയിലായി പാർട്ടി എന്ന് പറഞ്ഞത്. ഇപ്പൊ താങ്കൾ ഇവിടെ പറഞ്ഞു എന്തെന്ന്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് എന്ന്. പക്ഷെ എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിനുള്ളിൽ അന്തഛിദ്രവും അവർ തമ്മിലുള്ള അസ്വാരസ്യവും കോൺഗ്രസിലെ വോട്ട് ഇടതുപക്ഷത്തിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് രണ്ടാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ കയറാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന്
ഒരു വിലയിരുത്തൽ നടത്താൻ ഇതുവരെ നിങ്ങൾ തയ്യാറായിട്ടില്ല. ഈ ഇടതുഭരണം, ഒന്നാം പിണറായി വിജയന്റെ ഇടതുഭരണത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ജനങ്ങൾ ഉൾക്കൊണ്ടതിന്റെ പേരിലാണ് രണ്ടാമതും അധികാരത്തിൽ കയറിയത് എന്നൊരു ധാരണയാണ് നിങ്ങൾക്കുള്ളത്. ആ ധാരണ തെറ്റാണ് എന്നുള്ളതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ധർമ്മടത്ത് 30,000 വോട്ടുകൾക്ക് പരം ജയിച്ച ഒരു മുഖ്യമന്ത്രി, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് അവിടുത്തെ വോട്ടുകള് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരന് വോട്ട് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ഘടകം വെറും ഒരു പാറ്റേൺ പറഞ്ഞിട്ട് തള്ളുന്ന ഈ നിസ്സാരവൽക്കരിക്കുന്ന രീതി തന്നെയാണ് പാർട്ടിയിലെ പ്രശ്നം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമ്പൂർണ്ണ സോഷ്യലിസം ഒരു നാൾ തലച്ചുമടായിട്ട് കേരളത്തിൽ വരുമെന്നും എല്ലാവരും തുല്യരാകുമെന്ന് പറയുമ്പോഴും പാർട്ടി അണികളിലുള്ള അസ്വസ്ഥത കാണാൻ പാർട്ടി നേതാക്കൾക്ക് തയ്യാറല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഒന്നാം നിര നേതാക്കളെയും രണ്ടാം നിര നേതാക്കളെയും CPM-ൽ എടുത്തു കഴിഞ്ഞാൽ സമ്പന്നരാണ്, അതിസമ്പന്നരാണ്. ആ സമ്പന്നതയിൽ ഉള്ളുകൊള്ളുന്ന അണികൾ പാർട്ടിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പാർട്ടി നേതാക്കൾ ഒരു ശ്രമം നടത്തേണ്ട കാലം അതിക്രമിച്ചു എന്നുള്ള ബോധം ഈ കണ്ണൂരിലായാലും മറ്റു ജില്ലകളിലായാലും ഇല്ല എന്നുള്ള വസ്തുതയായി തന്നെ അവശേഷിക്കുകയാണ്. ഞാനിപ്പോ എൻ്റെ ഒരു അനുഭവം ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്. 1978 മുതൽ 85 മുതൽ ഇടതുപക്ഷത്തിന്റെ, അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ യുവജന സംഘടനയിലെ അംഗമായിരുന്നു ഞാൻ. അപ്പൊ 4-5 പാർട്ടി മീറ്റിങ്ങുകൾക്ക് 5-ൽ കൂടുതലൊന്നും പോകാൻ പറ്റിയിട്ടില്ല, പോയിട്ടുണ്ട്. പറയാൻ പറ്റുമോ അതോ? ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഇന്ന് ഇങ്ങനെയാകാനുള്ള സാഹചര്യങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ ഭരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ള ആ ആവേശമാണ് എന്നിലേക്ക് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ ആകർഷിക്കപ്പെട്ടത്. എന്നാൽ 2004 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു കേവല ഭൂരിപക്ഷത്തിന്റെ പേരിൽ ഈ UPA എന്ന് പറയുന്ന സംവിധാനത്തെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഈ സുർജിത്തും ജ്യോതി ബസുവും കാണിച്ച വ്യഗ്രത, അതായത് ജൻപത് 10 എന്ന് പറയുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് അവരെ പ്രധാനമന്ത്രിയാക്കാൻ വരെ, ഒരു വിദേശിയായ സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വരെ ഇവർ രണ്ടുപേരും തയ്യാറായി. പക്ഷെ ഇറ്റലിക്കാരെ ആരും ബുദ്ധി പഠിപ്പിക്കേണ്ട എന്നുള്ളത് കൊണ്ട്, അവർക്ക് അതിന്റെ തന്ത്രം മനസ്സിലാവുന്നത് കൊണ്ട് അവരൊഴിഞ്ഞു. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി, രണ്ടാമത് പ്രധാനമന്ത്രി. അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ പറച്ചിലൊന്ന് പ്രവൃത്തി വേറൊന്ന് എന്ന നിലയിലേക്കുള്ള പാർട്ടിയുടെ പോക്കിൽ അങ്ങേയറ്റം മനം നൊന്ത ഒരുപാട് പാർട്ടി പ്രവർത്തകർ മട്ടന്നൂരിൽ ശൈലജ ടീച്ചർക്ക് പോലും വോട്ട് മാറ്റി കുത്തി എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞിട്ടുള്ള ന്യായീകരണങ്ങളോട് പൊരുത്തപ്പെടാൻ എനിക്കാകുന്നില്ല.